എടാ ജഗ്ഗു, മുതലാളി കാറിന്നിറങ്ങുമ്പോ പടക്കം കൃത്യമായിട്ട് പൊട്ടണം. അത് ശരി. അപ്പൊ അച്ഛനും മോനും കൂടി ഇവിടെ കിടന്ന് ചവിട്ടാടാ കളിക്കേ? അയ്യേ, ഞങ്ങൾ അച്ഛനും മോനൊന്നും അല്ല, ഇവൻ ബീഹാറുകാരൻ. ഭഗവാനെ, ഒരു പടക്കത്തിന് നീ കൊളുത്താൻ പോലും മലയാളിനെ കിട്ടാണ്ടായ അതിന് നീ ബീഹാറിൽ നാളെ ഇറക്കിയ? സാറിന് ഇപ്പൊ എന്നാ വേണ്ടേ? അല്ല, മുതലാളിയും ഭാര്യയും വരുമ്പോ പടക്കം കൃത്യമായിട്ട് പൊട്ടണം അല്ലേ? ഇപ്പൊ പൊട്ടിക്കേണ്ടത് നിന്റെ കരണക്കുറ്റി. എടാ, ഭാര്യയല്ല വൈഫ്, രണ്ടും ഒന്നല്ലേ? ഒരിക്കലും അല്ല. ഒരാള് ഭാര്യയും ഒരാൾ ഭർത്താവും അല്ലേ? എടാ, നിന്റെയൊക്കെ പോലെ ആപ്പൂപ്പ ഭാര്യമാരല്ല ഇത്. നല്ല പഠിപ്പും ഇംഗ്ലീഷും ഒക്കെ ഉള്ള മാഡം. കേട്ടല്ല, ഭാര്യ ആപ്പ ഊപ്പനാഗി ഹേ വൈഫ്. മുതലാളിയും വൈഫും വരുമ്പോ നീ തീ കൊളുത്തണം. അച്ഛനല്ല, മുതലാളിയും വൈഫും ഇവന്മാർ ഇതെല്ലാം കൂടെ കൊളവാക്കും തോന്നുന്നു. ബാനിച്ചിന്റെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ അവർക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അതെ, പറഞ്ഞത് കേട്ടല്ല, ഞാൻ പറഞ്ഞതാണ് ടൈമിംഗ്. പടക്കം തീർന്ന ബാൻഡ് തുടങ്ങണം. ആ ടൈമിങ്ങിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ 10 പൈസ ഞാൻ തരത്തില്ല. അപ്പൊ പടക്കത്തിന്റെ ടൈമിംഗ് തെറ്റിയാലോ? ആ ചോദ്യത്തിന് തന്നെ ടൈമിംഗ് തെറ്റി. എടാ, നിന്നെയൊക്കെ പോലെയല്ല പടക്കം. നിന്റെയൊക്കെ കൊട്ട് പരാജയപ്പെടുമ്പോഴാണ് പൊട്ടിപ്പോകുന്നത്. പക്ഷെ പടക്കം പൊട്ടുമ്പോഴാണ് സക്സസ് ആവുന്നത്. വിഷമിക്കണ്ട, എപ്പ പടക്കം തീർന്നേണ അപ്പ ബാൻഡ് തുടങ്ങി. പടക്കം തീർന്നില്ലെങ്കിൽ ബാൻഡ് തുടങ്ങില്ല. അതേ വന്ന് എല്ലാവരും നിർത്ത്. അവരെത്തി. ഞാൻ പടക്കത്തിലായിരുന്നു നോക്കാം. പടക്കം തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്. നിർത്തടാ. നിർത്താൻ പറ്റില്ല. നീ കൊടുത്തു മുതലാളി. വെള്ളം കോരി ഒഴിച്ച് നിർത്തടാ. കല്യാണം മുടങ്ങി വിഷമിച്ച് വരുമ്പോഴാണോടാ നീയൊക്കെ പടക്കം പൊട്ടിച്ച് അറുമാദിക്കുന്നത്. കല്യാണം മുടങ്ങി. എടാ, പടക്കം പൊട്ടിക്കൽ നിർത്തണം. എങ്ങനെയെങ്കിലും ഒന്നും നിർത്താൻ പറയണം. അത് പോയി തീർന്നാലേ നിൽക്കുള്ളൂ. ബീഹാറിൽ പറയണം. ഇവിടെ പടക്കം പൊട്ടെ ബീഹാറിൽ പോയി പണ്ട് വല്ല കാര്യമുണ്ടോ? ബീഹാറി ഭാഷ പറയണം. കഴുതകള് എന്ത് പറ്റി? ടൈമിംഗ് ശരിയായില്ല. ടൈമിംഗ് മൊത്തം പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, പടക്കത്തിന്റെ ടൈമിംഗ് ശ്രദ്ധിക്കണം. പടക്കത്തിന്റെ കാര്യം വേണ്ടി പോയി. എല്ലാത്തിനെയും ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. മരത്തലയന്മാരെ. വളരെ ഉപകാരം. മുതലാളി ക്ഷമിക്കണം, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാ. പക്ഷേ പോയി. പാവം മുതലാളി. എന്ത് കോപ്രായങ്ങളെ ഇവന്മാരെ കാണിച്ചു കൂട്ടിരിക്കുന്നു. ഇവിടെ എന്താണാവോ കുഴപ്പം? എന്താ മുതലാളി? വലിച്ചു പറിച്ചു കളഞ്ഞ് ഇപ്പൊ തന്നെ ക്ലീൻ ആയിക്കോ. ഇതാരുടെ പിന്നെയും വലിച്ചു വാരിട്ട്? ആരുമല്ല മുതലാളി, പടക്കതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പൊട്ടണത്. ഇതും സ്വന്തം ഇഷ്ടത്തിനാണ്. അത് വിക്രമന്റെ പണിയാ. അല്ല, വെറുതെ കാശ് കൊടുക്കണ്ടല്ല, അവര് പണിയെടുക്കട്ടെന്ന് വിചാരിച്ചു. എന്താ അതും വേണ്ടേ? നിർത്താൻ പറയണം. മതി നിർത്ത്. ശോകഗാനം ഇത്രയും മതിയോ? മതി ധാരാളം. വിട്ടോ. ഓക്കെ, ജീവൻ വേണം, ഓടിക്കോ. വിട്ടോ. ആ കാറ്ററിംഗുകാര് ഫുഡുമായിട്ടാണ് വന്നേക്കണത്. അതൊക്കെ ക്യാൻസൽ ചെയ്തേക്ക്. അപ്പൊ ആളുകൾ വരുമ്പോ എന്ത് കൊടുക്കും? ആളുകൾ വരാൻ നിന്റെ അടിയന്തരം നടക്കുന്നുണ്ട് ഇവിടെ. അതൊക്കെ അച്ഛൻ വിളിച്ച് ബ്ലോക്ക് ചെയ്തോളൂ. അതിന്റെ ആവശ്യമുണ്ടോ മുതലാളി? നമുക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ തപ്പിയെടുത്താ പോരാ? അതെ, ഫുഡും ആളുകളൊക്കെ റെഡിയല്ലേ. ആ രജിസ്ട്രാർ ഏത് പാതിരാത്രി വിളിച്ചാലും വരാൻ നേട്ടിട്ടുണ്ട്. ആ റാണി കബീർ ഇപ്പോഴും വെയിറ്റിംഗിലാണ്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ സോറി. മനസ്സമാധാനം കെടുത്താതെ ഒന്ന് പോടാ. ഇല്ലെങ്കിൽ ബീർ തപ്പി പോകേണ്ടി വരും. എന്താണാവോ? ആ ഹിമ താമസിക്കുന്ന വീടിന്റെ പരിസരത്താണ് നിനക്ക് ഡ്യൂട്ടി. അവരറിയാതെ നീ അവരെ വാച്ച് ചെയ്യണം. അവിടെ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, അവിടെ എന്ത് നടക്കുന്നു എന്ന് മിനിറ്റ് വെച്ച് നീ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ മുതലാളി. ഓക്കെ. എടുത്തില്ല. ചെടി നനച്ചായിരുന്ന? എന്താടാ? ഇന്നലെ രാത്രി ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? മുതലാളി, അവന്റെ അച്ഛൻ, അമ്മ, മറ്റെല്ലാവരും ഇന്നലെ തന്നെ സ്ഥലം കാലിയാക്കി. ഇനി തിരിച്ചു വരും തോന്നുന്നില്ല. ബ്യൂട്ടിഫുൾ. ശിവാനി ഹിമ അവിടെ തന്നെ ഉണ്ടല്ലോ. ശിവാനിയുണ്ട്. ഹിമമാടൻ രാവിലെ അമ്പലത്തിൽ പോയി. അപ്പൊ വേറൊരു സംഭവം ഉണ്ടായി. പിന്നെന്ത് സംഭവം? അവര് തിരിച്ചു വന്നു? ഇല്ല, ബോംബെന്ന് വേറൊരുത്തി വന്നു. എന്നിട്ട് ഇപ്പൊ ശിവാനിയുടെ കൂടെ ആ ബോംബെക്കാരി അകത്തുണ്ട്. ഹിമ മാഡം അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യണോ മുതലാളി? കൂടുതൽ ഉളവാക്കണ്ട.
അവിടെ എന്ത് നടന്നാലും അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. ഓക്കെ മുതലാളി. വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. ദേ പിന്നൊരു സംഭവം. ഹിമമാടത്തെ അമ്പലത്തിൽ തിരിച്ചു വന്നു.